നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +2ന്റെ ഓണപരീക്ഷ വരികയാണ്. വളരെ പ്രാധാന്യമുള്ള പരീക്ഷയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഫൈനൽ ഇന്റേണൽ മാർക്ക് ഇടണമെങ്കിൽ ഓണപരീക്ഷയുടെ മാർക്കിൽ മാക്സിമം മാർക്ക് മേടിക്കുന്നതാണ് അടിപൊളി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അടിപൊളി ഒരു സാധനമാണ് തരാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഏറ്റവും ടഫായിട്ടുള്ള വിഷയങ്ങളിലൊന്നാണ് ഫിസിക്സ് അല്ലേ? നമുക്കറിയാം, ഫിസിക്സിൽ ചോദിക്കുന്ന ഉറപ്പുള്ള 25 ചോദ്യങ്ങൾ മാഷ് നേരത്തെയും വർഷങ്ങളായിട്ട് ഇത് എടുത്തുണ്ട്. ദിവസമായിട്ട് 99.9% വരാറുണ്ട്. ഈ വട്ടം സ്കൂളിലത്തെ ടീച്ചർമാർ ഇടുന്നതെങ്കിൽ പോലും ഈ ചോദ്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് പഠിച്ചോളുക, അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാം. 25 ഉറപ്പുള്ള ചോദ്യങ്ങൾ 4 ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്. 5ാമത്തെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഇട്ടിട്ടില്ല. ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള എന്നാൽ ഉറപ്പിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യമേ പറഞ്ഞോളട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടാടേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഇതാക്കണം. കെമിസ്ട്രിയുടെയും മാത്സിൻ്റെ എല്ലാം ഇതുപോലെ കിടുകാച്ചി വീഡിയോസ് വരും. അന്നേരം നിങ്ങൾ മിസ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഫിസിക്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനകത്തെ ഗോസസ് തിയറം സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. സ്റ്റേറ്റ് ഗോസസ് തിയറം എന്ന് ചോദിക്കാം. അതിന്റെ പ്രൂഫ് 3 ആപ്ലിക്കേഷനും ഡിറൈവ് ഏതെങ്കിലും ഒരെണ്ണം ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത്, പക്ഷെ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഉണ്ട്, സ്ഫെറിക്കൽ ഷെല്ലുണ്ട്, ലോങ് സ്ട്രേറ്റ് വയർ ഉണ്ട്. ഏതെങ്കിലും 3 എണ്ണത്തിൽ ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കാം. ഗോസസ് തിയറി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് വാണ്ടഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 2 വീൻസ്റ്റൺസ് ബ്രിഡ്ജാണ്. പണ്ടത്തെ സിലബസിൽ മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അതൊക്കെ ഡിലീറ്റ് ചെയ്ത സ്ഥിതിക്ക് ഏറ്റവും കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് വീൻസ്റ്റൺ ബ്രിഡ്ജ്. പടം വരച്ചിട്ട് ലാസ്റ്റ് ഇക്വേഷൻ P/Q = R/S എന്ന് നല്ല വ്യക്തമായിട്ട് ഡിറൈവ് ചെയ്ത് എഴുതുവാണെങ്കിൽ ചിലപ്പോൾ 5 മാർക്കോ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വീൻസ്റ്റൺ ബ്രിഡ്ജ് ചോദിക്കാം. 3 ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷൻ C=ε0 A/D എന്നും C=ε0 K/A/D എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എഴുതണം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ അല്ല, രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ. 4 കിർച്ചോഫിന്റെ ലോസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന, ഡയഗ്രം വെച്ച് പഠിക്കാവുന്ന ലോ ആണ്. മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ജംഗ്ഷൻ റൂൾ എന്നുള്ളതാണ്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് മെഷ് റൂൾ ആണ്, അല്ലെങ്കിൽ ലൂപ്പ് റൂൾ ആണ്. ഈ 2 ലോയും എഴുതണം. കിർച്ചോഫിന്റെ ഏതെങ്കിലും ഒരു ലോ എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. കിർച്ചോഫ് ലോസ് എന്ന് പറയുന്നത് ഈ 2 ലോയോട് ചേർന്നിട്ടാണ്. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, മാഗ്നറ്റിക് ഇഫക്ട്സ്. 4ാമത്തെ ചാപ്റ്ററിനകത്ത് ബയോട്ട് സാവാർട്ട്സ് ലോ എന്താണെന്നും അതിന് ഇക്വേഷൻ μ0/4π × ഐഡിയൽ sin θ/r² ആണെന്നും, ബയോട്ട് സാവാർട്ട്സ് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണ് ബയോട്ടും സവാർട്ടും നടത്തിയെന്നൊക്കെ പഠിച്ചതിന് ശേഷം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ആയിട്ടുള്ള സർക്കുലർ ലൂപ്പ് 5 മാർക്കിന് ചോദിക്കാവുന്ന അവസ്ഥയാണ്. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. സർക്കിൾ ലൂപ്പിന്റെ B = μ0 IA² × x² + a² 3/2 എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ഡിറൈവ് ചെയ്ത് പഠിക്കണം. നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്ന എസ്സെയാണ്. ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ആ രീതിയിൽ പഠിച്ചോളുക. 6ാമത്തത് റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പഠിച്ചേക്കണം. റിലാക്സേഷൻ ടൈമും എന്തുവാന്ന് പഠിച്ചേക്കണം. രണ്ടും തമ്മിലുള്ള റിലേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലാക്സേഷൻ ടൈമും. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കറണ്ട് ഡെൻസിറ്റി അല്ലെങ്കിൽ കറണ്ടും ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടുള്ള റിലേഷൻസ് എല്ലാം ഒന്ന് പഠിച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഷ് എല്ലാം പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ പിന്നെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ്. എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്, അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണം എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഫാക്ടർ ആണ്, പിന്നെ നേച്ചർ ഓഫ് ദി ഇലക്ട്രോഡ്സ്, നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്സ്, ഇതെല്ലാം ഫാക്ടറാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്, ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്, ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ, അതും നോക്കുന്നത് നന്നായിരിക്കും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരെണ്ണം ആംബിയർ സർക്യൂട്ടൽ തിയറം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആംബിയർ സർക്യൂട്ടൽ തിയറം എന്തോന്ന് പഠിക്കുക, പടം വരച്ച് പഠിക്കണം. 2 ആപ്ലിക്കേഷൻ ഉള്ളത്, രണ്ടും വലിയ സംഭവം നല്ല സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറും, 2 മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സോളിനോയിഡും. ടോറോയിഡ് പഠിക്കണ്ട,
സോളിനോയിഡും ലോങ് സ്ട്രിങ് കണ്ടക്ടറും പഠിക്കണം. ഓക്കെ, അടുത്തത് 9ഉം 10ഉം ഒരുപാട് വട്ടം ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. കൺവേർഷൻ ഓഫ് 4ാമത്തെ ചാപ്റ്റർ ആണ് മാഗ്നറ്റിക് എഫക്ട്സ്. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററും കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്ററും അതിൻ്റെ പ്രോബ്ലംസും പഠിച്ചിരിക്കണം. അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, അതിൻ്റെ പ്രോബ്ലംസും പഠിച്ചിരിക്കണം. അന്നേരം 10 ക്വസ്റ്റ്യനായി മാഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കാം. എന്തായാലും ഏത് ടീച്ചർമാർ സ്കൂളിലിട്ടാലും ഈ ക്വസ്റ്റ്യൻ ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യനാണ് അല്ലേ? ഉറപ്പിക്കാം, കാണുന്ന ടീച്ചർമാർക്കും അറിയാം. അന്നേരം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 25 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. അടുത്ത 11ാമൻ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ഡിറൈവ് ചെയ്ത് പടം വരച്ച് പഠിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം 1/c = 1/c1 + 1/c2 + 1/c3, c = c1 + c2 + c3 എന്നൊക്കെ പറയുന്നതാണ്. സിമ്പിളായിട്ട് പഠിക്കാനുള്ള സാധനമാണ്, വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രിക് ഡൈപോൾ എന്താണ്? പെയർ ഓഫ് ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്ടർ ഡിസ്റ്റൻസ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. പിന്നെ അതുപോലെ തന്നെ ഡൈപോൾ മൊമെന്റ്, അതിന്റെ യൂണിറ്റ് ചോദിക്കാം, ഇക്വേഷൻ ചോദിക്കാം, P = 2Lq, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇത്. ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സും ടോർക്കും കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പ്രോബ്ലം ചോദിക്കാം കേട്ടോ. അതായത് τ = P sin θ വെച്ച് P = τ/E sin θ വെച്ചൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാണാം. ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ പ്രോബ്ലം കൂടെ പഠിച്ചു വെച്ചേക്കുക. അടുത്തത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിനകത്താണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ്. 2 പാരലൽ കണ്ടക്ടേഴ്സിനകത്തായിട്ടുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ളത്. അതിന്റെ കൂട്ടത്തിൽ അതുമായിട്ട് ചേർന്ന് പഠിക്കേണ്ടതാണ് ഡെഫിനിഷൻ ഓഫ് ആംബിയർ. നമുക്കറിയാം ഇലക്ട്രിക് കറന്റിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ആംബിയർ, അതുകൂടെ പഠിക്കണം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ആക്സിയൽ ലൈൻ ഇക്വറ്റോറിയൽ ലൈൻ. കാരണം ഇതിനകത്ത് കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഡിലീറ്റ് ആയതുകൊണ്ട് ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി ആക്സിയൽ ലൈൻ്റെയും ഇക്വറ്റോറിയൽ ലൈൻ്റെയും ഡെറിവേഷൻ. അത് 5 മാർക്കിന് ചോദിക്കാം, ഏതെങ്കിലും ഒരെണ്ണം. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ. പലപ്പോഴും പലരും അങ്ങ് വിട്ടുപോകുന്ന ഒരു സാധനമാണ്. E = -dV/dx. ഇങ്ങനെ കിട്ടുന്ന ഒരു 3-4 സ്റ്റെപ്പൊക്കെ ഉള്ളൂ. വർക്ക് = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുന്നതാണ്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ, ഇയും പൊട്ടൻഷ്യൽ വിയും തമ്മിലുള്ള റിലേഷൻ അത് ഡിറൈവ് ചെയ്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്തോന്ന് ചോദിക്കാം. F = BQV sin θ ആണ് ഇക്വേഷൻ. ലോറൻസ് ഫോഴ്സ് എന്തോന്ന് ചോദിക്കാം. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ചേട്ടനോ അനിയനോ ഇരട്ട പറ്റതോ ഒന്നും അല്ല ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. രണ്ടും രണ്ടാണ്, സെപ്പറേറ്റഡ് ആണ് കേട്ടോ. ഡൈവേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ രണ്ടും, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അടുത്തത് ഓംസ് ലോ. ഓംസ് ലോ എന്താണെന്ന് ചോദിക്കാം. ഓംസയുടെ ഗ്രാഫ് ചോദിക്കാം. R = V/I യൂണിറ്റ് ചോദിക്കാം. റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്, എൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റി ചോദിക്കാം. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ലെങ്ത്, ഏരിയ, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, ഇതിൻ്റെ എല്ലാം യൂണിറ്റ് ചോദിക്കാൻ. റെസിസ്റ്റിവിറ്റിയുടെ ഓം മീറ്റർ, കണ്ടക്ടിവിറ്റി, കണ്ടക്ടൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഓംസായിട്ട് ബന്ധപ്പെട്ട ചില്ലറ കാര്യങ്ങളെല്ലാം പഠിച്ചോണം. പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡയഗ്രാം. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. എൻ്റെ കൂട്ടത്തിൽ ഓർത്തണം പ്രോപ്പർട്ടീസ്. ടാൻജന്റ് ആണ് നിശ്ചയിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇങ്ങനെയുള്ള അതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, ഇതൊക്കെ പഠിച്ചോണം. അതിന്റെ ഡയഗ്രാം പഠിച്ചോണം. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, അപ്പൊ പേര് തന്നെ ഉണ്ട്. ഒരു സർഫസിൽ പൊട്ടൻഷ്യൽ എല്ലാം സെയിം ആകുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. അതിന്റെ ഡയഗ്രാം പഠിക്കണം. അപ്പം 20 ക്വസ്റ്റ്യൻ. ഇതിനകത്ത് കൂടുതലും ഈ 10 എണ്ണത്തിൽ കൂടുതലും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നിങ്ങൾക്ക് 2 ടൈപ്പ് ക്വസ്റ്റ്യനും, അതായത് 5 മാർക്കിന്റെയും 4 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 1 മാർക്കിന്റെ ഇതിനകത്ത് നിന്നൊക്കെ എഴുതാൻ കിട്ടും. ഇനി 5 ക്വസ്റ്റ്യോടെ 20 ക്വസ്റ്റ്യനായി. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, ഒന്ന് പ്രസ് ചെയ്തേക്കണം. നിങ്ങൾക്കിത് ഉപകാരപ്പെടും ലാസ്റ്റ് ഫൈനൽ എക്സാം വരെ അടിപൊളിയായിട്ട്. ഓക്കെ, അടുത്തത്
21ാമത് ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. കൂളംസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂളംസിൽ ചോദിക്കണേ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ചോദിക്കണേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കൂളംസിൽ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. ഇൻവേഴ്സ് സ്ക്വയറിലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് ചോദിക്കാം. കൂളംസിലെ വെക്ടർ ഫോമിൽ എഴുതാനും ചോദിക്കാം. അതെല്ലാം എഴുതിയിട്ടുണ്ട്. കൂളംസിലോ ഇൻവേഴ്സ് സ്ക്വയറിലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വെക്ടർ ഫോം. അടുത്തത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. വളരെ 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പിന്നെ കൺസർവേഷൻ ഓഫ് ചാർജ്. പിന്നെ എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. അതിന്റെ ഡെറിവേഷൻ പഠിക്കാനില്ല. എനർജി സ്റ്റോറിന്റെ ഇക്വേഷൻ ഓർത്തിരുന്നോ, ഹാഫ് CV². എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്ററിന്റെ ഡെറിവേഷൻ പഠിക്കണം. പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പൊട്ടൻഷ്യൽ ആണ്, ഇലക്ട്രിക് ഇന്റൻസിറ്റി അല്ല രണ്ടാമത്തെ പാഠത്തിൽ. അത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. 3 കേസ് പഠിക്കുന്നത്, അതായത് ഇൻസൈഡ് ദി ഷെൽ, ഔട്ട്സൈഡ് ദി ഷെൽ, അറ്റ് ദി ഷെൽ, അറ്റ് ദി സർഫസ് ഓഫ് ദി ഷെൽ. ആ 3 കേസ് പഠിക്കുന്നു, എളുപ്പമാണ്. 25 നമുക്കറിയാം ചാർജിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൂളംബാണ്. അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. കപ്പാസിറ്ററിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫാരഡ് ആണ്, അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ടെസ്ലയാണ്, അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വോൾട്ട് ആണ്, അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. അന്നേരം എന്തുവാണെന്നും പഠിക്കണം, ഏതിന്റെയൊക്കെ യൂണിറ്റ് ആണെന്ന് പഠിക്കണം, ഡെഫിനിഷൻ പഠിക്കണം. അങ്ങനെ സിമ്പിളും ഹമ്പിളുമായി 25 ചോദ്യങ്ങളുമായി മാഷ് നിർത്തുന്നു. 25 ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഉറപ്പായിട്ടും 60ലാണ് നിങ്ങളുടെ മാർക്ക്. 60 ഈസി ആയിട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പിക്കാം. എന്നാലും ഇതിനകത്ത് പ്രോബ്ലംസ് ഇല്ല. ഇതുമായിട്ട് ഇതിനകത്തോട്ടൊക്കെ ബന്ധപ്പെട്ട പ്രോബ്ലംസേ ഉള്ളൂ. കുളംസിലൊക്കെ പ്രോബ്ലംസ് ചോദിക്കാം. അന്നേരം വളരെ എളുപ്പത്തിൽ മാർക്ക് ഫിസിക്സിന് മേടിക്കാൻ നല്ലൊരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഒന്നുകൂടെ പറയുന്നു, ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ എന്ത് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് വേണ്ടേ വേണം. അത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് മാഷ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.